ഇദ്ദേഹം ശംഖുമുഖത്ത് താമസക്കാരനാണ്. ശംഖുമുഖ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളാണ്. പിന്നെ അവിടുത്തെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു മലയാളം അധ്യാപകനാണ്, ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെയാണ് അദ്ദേഹം പഠിപ്പിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ശംഖുമുഖ ക്ഷേത്രത്തിൽ എന്തോ തിരുമറി നടന്നായിട്ട് ഇയാളെ പുറത്താക്കിയപ്പോഴത്തെ ഇയാളൊരു കഥാപ്രസംഗം കാതികനും കൂടെയാണ്. അപ്പോൾ അവിടുത്തെ ഈ ശംഖുമുഖ ക്ഷേത്രത്തിൽ നടത്തിയ കഥാപ്രസംഗത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇയാൾ കഥ അവതരിപ്പിച്ചു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ച് ഇയാളെ ചുയ്മട്ടെറിയുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ഈ ഉത്സവത്തിന് കിട്ടിയ എന്താ പിരിവുമായി ബന്ധപ്പെട്ട് ഏതാ ചാലയിലെ സ്വർണ്ണക്കട മുതലാളി കൊടുത്ത പൈസ ചെക്കാണ് കൊടുത്തത്, അതിവിടെ ഏൽപ്പിച്ചില്ല. അങ്ങനെ ഇയാളെ ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി 2ാം വർഷം ഉത്സവം നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റിയിലെ പഴയ ആളുകളെ ഇയാൾ വന്ന് മർദ്ദിക്കുകയും അവരെ വെട്ടുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടിയാണ് ഇയാൾ അവിടെ നിന്ന് മാറി ഇവിടെ വരുന്നത്. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കരിക്കകത്തെ സ്വയം പ്രഖ്യാപിത ജ്യോതിഷ പണ്ഡിതൻ ദേവിദാസൻ പൂജാരിയുടെ ചരിത്രം ഒന്ന് ചികഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നത് തട്ടിപ്പും വെട്ടും കുത്തും ഒക്കെയാണ്. കരിക്കകത്ത് ഒരു ജ്യോതിഷ മഠമൊക്കെ കെട്ടിപ്പൊക്കി ആൾക്കാരെ പറ്റിപ്പാണ് ദേവിദാസന്റെ പ്രധാന പണി. പക്ഷെ ഈ ദേവിദാസനെ ശംഖുമുഖത്തുകാർക്ക് അറിയില്ല. ശംഖുമുഖത്ത് അന്വേഷിച്ചാൽ പ്രദീപ് കുമാറിനെ അറിയാം. ബാങ്കിൽ നിന്ന് വെട്ടിപ്പ് നടത്തി പിന്നീട് ഒരു വെട്ടുകേസിൽ പ്രതിയായി അവിടെ നിന്നും മുങ്ങിയ പ്രദീപ് കുമാറിനെ ഒന്ന് നോക്കണേ, എത്ര പെട്ടെന്നാണ് ഒരു ജ്യോതിഷ പണ്ഡിതൻ അങ്ങ് പൊട്ടി മുളച്ചത്. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ ക്രൂര കൊലപാതകത്തിൽ ഈ ദേവിദാസന്റെ പങ്ക് അത്ര ചെറുതൊന്നുമല്ല. അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അതിൻ്റെ വിഷവിത്തുകൾ വീണ്ടും പാകിക്കൊടുത്ത് അവരിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി ഒടുവിൽ ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൽ ദേവിദാസന് കൃത്യമായ പങ്കുണ്ട്. ഈ ജ്യോതിഷവും സന്യാസവും ഒക്കെ ഇപ്പോൾ ഏറ്റവും നല്ല വരുമാന മാർഗമാണല്ലോ. അതുകൊണ്ട് തന്നെ മുക്കിനാണ് ഇപ്പോൾ ജ്യോതിഷ മഠങ്ങളും സന്യാസ കേന്ദ്രങ്ങളുമൊക്കെ പൊട്ടിമുളച്ചു വരുന്നത്. ഇതേ ബാലരാമപുരത്ത് തന്നെ ഒരു സമാധി സ്വാമി ഉണ്ടല്ലോ. വരും വർഷങ്ങളിൽ അവിടെ പൊങ്കാലയും ഉത്സവവും ഒക്കെ നടക്കുമെന്ന ട്രോളുകൾ ഇപ്പോൾ തന്നെയുണ്ട്. ആ വിവാദം തന്നെ കെട്ടടങ്ങിയിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണ് ബാലരാമപുരത്ത് തന്നെ മറ്റൊരു അതിക്രൂരമായ സംഭവം ഉണ്ടാകുന്നതും ദേവിദാസൻ പൂജാരിയുടെ പേര് പുറത്തേക്ക് വരുന്നതും. ഈ ദേവിദാസൻ ആളത്ര വെടിപ്പൊന്നുമല്ല, പെൺവിഷയത്തിൽ നല്ല തൽപരനാണ്. അയലത്തെ വീട്ടിലെ ഒരാളുടെ ഭാര്യയെ തട്ടിയെടുത്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുകയാണ്. ദേവിദാസൻ സ്ത്രീകളെ ഉപയോഗിച്ച് ചില പൂജാകർമ്മങ്ങളൊക്കെ നടത്തിയിരുന്നു എന്നുള്ള ആരോപണങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ദേവിദാസൻ ആള് നല്ല തരികിടയാണെന്ന് ഈ കരിക്കകത്തുള്ള ചില മനുഷ്യർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അവിടുത്തെ അയൽക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ദേവിദാസനെ സംശയത്തോടെ തന്നെയാണ് തുടക്കം മുതൽ കണ്ടിരുന്നത്. എന്നാൽ മതം തലയ്ക്ക് പിടിച്ച ഈ അന്ധവിശ്വാസം അമിതമായി തലയ്ക്ക് പിടിച്ച കുറെ ആൾക്കാർ ദേവിദാസനെ പിന്തുണയ്ക്കാനും ഉണ്ടായിരുന്നു. അതാണ് ദേവിദാസൻ പെട്ടെന്ന് വളർന്ന് പന്തലിക്കാൻ കാരണമായത്. ഇത് മാത്രമല്ല, ദേവിദാസന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതിലൂടെ മതപ്രഭാഷണങ്ങളൊക്കെ നടത്തി വലിയ രീതിയിൽ ആൾക്കാരെ വലയിലാക്കിയിരുന്നു. ഈ ദേവിദാസന്റെ ജ്യോതിഷ മഠത്തിൽ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഹോമകുണ്ടങ്ങളും അതുപോലെ തന്നെ പൂജകൾ നടത്തുന്നതിന് വേണ്ട മറ്റ് സജ്ജീകരണങ്ങളും എല്ലാം തയ്യാറാക്കിയ ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു ദേവിദാസന്റേത്. ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെ വലയിൽ വീഴ്ത്താൻ ഒരു പ്രത്യേക കഴിവ് ദേവിദാസൻ ഉണ്ട് എന്നാണ് ആരോപണങ്ങൾ. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ഈ ദേവിദാസനും ഈ 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീതുവും തമ്മിൽ അത്ര നല്ല ബന്ധമായിരുന്നില്ല. ഈ ശ്രീതുവിനെ ഉപയോഗിച്ച് ഇയാൾ ചില കർമ്മങ്ങളോ എന്തൊക്കെയോ ചെയ്തിരുന്നു എന്നുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഈ ദേവിദാസന്റെ ഈ ജ്യോതിഷ മഠത്തിൽ ചെല്ലുമ്പോഴും നമുക്കും ചില സംശയങ്ങൾ ഉടലെടുക്കും. ദേവിദാസന്റെ ജ്യോതിഷ മഠത്തിൽ ചെന്നപ്പോൾ അതിന്റെ തൊട്ടയൽവക്കത്തുണ്ടായിരുന്ന മുൻ കൗൺസിലർ ആയിരുന്ന രതീന്ദ്രൻ ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇയാൾ ജ്യോതിഷനൊന്നുമല്ല, ഒരു വെട്ടുകേസിലെ പ്രതിയായിരുന്നുവെന്ന്. പ്രദീപ് കുമാറിന്റെ ചരിത്രം പിന്നെ രതീന്ദ്രൻ വ്യക്തമായി പറയുന്നുണ്ട്. പ്രദീപ് കുമാറിന്റെ ചരിത്രം ഒന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം ശംഖുമുഖത്ത് താമസക്കാരനാണ്. ശംഖുമുഖ ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന ആളാണ്. പിന്നെ അവിടുത്തെ ഉത്സവ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു മലയാളം അധ്യാപകനാണ്,
ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെയാണ് അദ്ദേഹം പഠിപ്പിച്ച കുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ ശംഖുമുഖ ക്ഷേത്രത്തിൽ എന്തോ തിരുമറി നടന്നായിട്ട് ഇയാളെ പുറത്താക്കിയപ്പോഴത്തെ ഇയാളൊരു കഥാപ്രസംഗം കാതികനും കൂടെയാണ്. അപ്പോൾ അവിടുത്തെ ഈ ശംഖുമുഖ ക്ഷേത്രത്തിൽ നടത്തിയ കഥാപ്രസംഗത്തിൽ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ചുകൊണ്ട് ഇയാൾ കഥ അവതരിപ്പിച്ചു. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ച് ഇയാളെ ചുയ്മട്ടെറിയുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ഈ ഉത്സവത്തിന് കിട്ടിയ എന്തോ പിരിവുമായി ബന്ധപ്പെട്ട് ഏതാ ചാലയിലെ സ്വർണ്ണക്കട മുതലാളി കൊടുത്ത പൈസ ചെക്കാണ് കൊടുത്തത്, അതിവിടെ ഏൽപ്പിച്ചില്ല. അങ്ങനെ ഇയാളെ ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി 2ാം വർഷം ഉത്സവം നടക്കുമ്പോൾ ഉത്സവ കമ്മിറ്റിയിലെ പഴയ ആളുകളെ ഇയാൾ വന്ന് മർദ്ദിക്കുകയും അവരെ വെട്ടുകയും പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തു. അതോടുകൂടിയാണ് ഇയാൾ അവിടെ നിന്ന് മാറി ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ മുട്ടക്കച്ചവടമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി. ജീവിക്കാൻ നല്ലൊരു മാർഗ്ഗമൊക്കെ കണ്ടെത്തി സ്വയം ഒരു ട്രക്കറൊക്കെ എടുത്ത്, ആദ്യം സൈക്കിളിൽ ചവിട്ടി പിന്നെ ട്രക്കർ എടുത്ത് നല്ല ഹോൾസെയിൽ വ്യാപാരമൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ച് പോരുകയായിരുന്നു. അപ്പോഴാണ് ഇയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു, അവർ പാരാലിസിസ് വന്ന് അങ്ങനെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ അമ്മയും മറ്റുള്ളവരൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. ഭാര്യ ഇയാൾ മാത്രമായി താമസം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ മരിച്ചപ്പോഴത്തേക്ക് ഇയാൾ വേറെ കണ്ടൊക്കെയാണ് താമസിച്ചെങ്കിലും പിന്നെ ഇവിടെ മഠമൊക്കെ തുടങ്ങി. ഇവിടെ സ്ഥിരം പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്, പലരും വെളിയിൽ നിന്നൊക്കെ പൂജയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇദ്ദേഹത്തെ തിരക്കി വരുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ വായനശാലയോടെയൊക്കെ നിൽക്കുമ്പോൾ പറയും ഇന്ന സ്ഥലം അറിയാമെന്ന് പറയും, നമ്മൾ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്ത്രീ ഇവിടെ ഒരു സഹായിയായിട്ട് അയാളുടെ എടുത്ത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സഹായി അയാൾ ഭാര്യയാക്കി. ഈ രോഗി പാവം അവിടെ ഇരിക്കുകയാണ് റോഡിൽ, അങ്ങേർക്ക് ഒരു സഹായമില്ല. അങ്ങേർക്ക് നടന്നു പോകാനൊക്കെ കഴിയുമെന്നല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അയാളെ ഉപേക്ഷിച്ചിട്ട് ഈ സ്ത്രീയെ അയാൾ സ്വന്തമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇയാൾ പൂജയ്ക്കൊക്കെ പോകണം നമുക്കറിയാം. കാരണം ഇയാൾ വേഷം മാറിയാണ് പോകണം, പൂജാരിയുടെ വേഷം മാറിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അപ്പോൾ അതുകൊണ്ട് പൂജയ്ക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഇയാൾക്ക് ഈ മന്ത്രവാദവും ഇതൊക്കെ ഉണ്ടെന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. പൂജകൾ ഇവിടെ ചിലപ്പോഴൊക്കെ നടത്താറുണ്ട്, അത്ര മാത്രമേ നമുക്കറിയാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉള്ള കേസെന്ന് പറയുന്നത് നമുക്ക് അത്ഭുതപ്പെടുകയാണ്. ഈ 2.5 വയസ്സായ കുട്ടിയും അതിൻ്റെ മരണവും ഇയാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. ഓരോരുത്തരും ജീവിക്കാൻ ഓരോ മാർഗ്ഗങ്ങൾ ചെയ്യുന്ന കണ്ടപ്പോൾ നമ്മളതിലും ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നാട്ടുകാർക്കാർക്കും ഒരു ഉപദ്രവമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നു. പോലീസ് രാവിലെ വന്നപ്പോഴാണ് ഇത്രയും ഇയാളൊരു കൊടും ക്രിമിനലിനെ പോലെയാണല്ലോ, ഇയാൾ പൂജയല്ലല്ലോ ചെയ്തതെന്നൊരു സംശയം നമുക്ക് മനസ്സിൽ തോന്നിപ്പോയി. പോലീസ് പറഞ്ഞ കഥകൾ കേട്ടപ്പോഴത്തേക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപയുടെ തിരിമറി നടന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ, ഈ കുഞ്ഞിൻ്റെ അമ്മ ഇത് എത്രയോ കാലം ഒളിച്ചു വെച്ചു. ഇന്ന് അവസാനം പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് പുറത്തു വരികയും ഒരു 11 മണിയായപ്പോഴൊക്കെ ഇവിടെ പോലീസ് വരികയും ഇയാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് നമ്മൾ അറിയുന്ന ആ മരണവുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. അത് ഈ നാട്ടുകാരെ എല്ലാവരും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇയാളുടെ മനസ്സുണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അല്ലാതെ പൂജയും മന്ത്രമൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആളിനൊക്കെ മനസ്സ് ശുദ്ധമായിരിക്കും എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ കാഴ്ച നമ്മൾ കണ്ടത്. നമുക്ക് ഈ നാട്ടുകാർക്ക് വളരെ പ്രതിഷേധമുണ്ട്. 2.5 വയസ്സായ ഒരു കുഞ്ഞല്ലേ, അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു 30 ലക്ഷം രൂപയുടെ തിരിമറിയും മരണവും ഇദ്ദേഹത്തിൻ്റെ ഉപദേശമാണെന്നൊക്കെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇദ്ദേഹം മകളുണ്ട്, മകളെ കെട്ടിച്ചു വിട്ടതാണ്, അതിൽ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇയാൾക്ക് അറിയാമെന്നുള്ള, അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ മനസ്സുള്ള ആൾ ഇങ്ങനെ ഒരു കൊടും ക്രൂരകൃത്യം ചെയ്യാൻ എങ്ങനെ മനസ്സുമെന്നുള്ളതാണ്. ഈ നാട്ടിൽ ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല, അതുകൊണ്ട് നാട്ടുകാരും ശ്രദ്ധിക്കാറില്ല. ഓരോരുത്തർ പൂജയ്ക്ക് വരും പോകും എന്നല്ലാതെ നമുക്ക് നാട്ടിന് ഒരു ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ ഒരു മൈക്ക് സെറ്റ് വെച്ചുള്ള ബഹളോ ഒന്നുമില്ല. പൂജയും കാര്യങ്ങളൊക്കെ അതിനകത്താണ്, ഇയാളെ മഠത്തിനകത്താണ്. അത് നാട്ടുകാരെ ഒന്നും ബാധിക്കുന്ന രീതിയിലല്ല ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതും. ഇന്നത്തെ വാർത്ത കേട്ടപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അതുകൊണ്ടാണ്. ഈ രാത്രി പകൽ വെളുപ്പിന് അങ്ങനെ എപ്പോഴെങ്കിലും പൂജയൊക്കെ നടക്കുന്നതായിട്ട് അറിയാമോ? ചിലപ്പം സന്ധ്യയ്ക്ക് തുടങ്ങിയ നേരം വിളക്കുമ്പോഴേ തീരുള്ളൂ. അതൊക്കെ അവർ ഭക്തർ സാധനങ്ങളുമായി വന്ന് അവർ പൂജ നടത്തി ഇതിൻ്റെ പ്രസാദമൊക്കെ മാറ്റി തിരികെ കൊണ്ടുപോകുന്ന രീതിയാണ്. അത് പിന്നെ പ്രാർത്ഥനകളൊക്കെ പതുക്കെയാണ്, അതായത് നാട്ടുകാർക്കൊന്നും ഒരു ഉപദ്രവമില്ല. ആ രീതിയിലാണ് പ്രാർത്ഥനയും കാര്യങ്ങളും. ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഹോമമൊക്കെ നടത്താറുണ്ട്. അതിലൊന്നും നാട്ടുകാർക്ക് ഒരു പരാതി വന്നിട്ടില്ല. ഈ നമുക്ക്, അതായത് നമ്മുടെ ഈ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. അതായത് ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ആ വീട്ടുകാർക്ക് കുറച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. അപ്പോൾ ആ 2ാമത്തെ കുട്ടി ജനിച്ചതോടുകൂടിയാണ് ആ കുടുംബത്തിന് കടം കയറിയത് എന്നൊക്കെ ഈ സ്വാമിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ആ കുഞ്ഞ് ഈ കുടുംബത്തിന് നാശമാണ് എന്നൊക്കെ സ്വാമി തന്നെ അവരോട് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ നമുക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ
കഴിയുന്നതല്ലല്ലോ. ഒരിക്കലും കഴിയുന്നതല്ല. ഇപ്പം മന്ത്രവാദം എന്ന് പറയുന്നതും പൂജ എന്ന് പറയുന്നതും മഹാ തട്ടിപ്പാണ്. ആ പാവപ്പെട്ട ജനങ്ങളെ, അതായത് IAS പോലും ഇത്തരം മന്ത്രവാദങ്ങളിൽ വിശ്വസിക്കാൻ പോയാൽ നമ്മുടെ നാടിൻ്റെ സ്ഥിതി എന്തായി? ഇയാളുടെ വിദ്യാഭ്യാസവും ഇവിടെ വരുന്ന ആളുകളുടെ വിദ്യാഭ്യാസവും നമുക്ക് രാപകല വ്യത്യാസമുണ്ട്. ഇയാൾ മലയാള അധ്യാപകനായി കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും ഇയാൾ ഉള്ളതായിട്ട് അറിയില്ല. പക്ഷേ ഇയാൾ എന്തൊക്കെ ചെയ്യുന്നു, ആളുകൾ അതിൻ്റെ പേരും പറഞ്ഞ് വരികയാണ്. അപ്പോൾ ഈ 30 ലക്ഷം രൂപയുടെ തിരിമറി പുറത്തറിയാതിരിക്കാനാണ് ആ സ്ത്രീയെ കൊണ്ട് ഈ കൊടും ചതി ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. എല്ലാവർക്കും രക്ഷപ്പെടാൻ ഓരോ മാർഗ്ഗങ്ങളാണല്ലോ. പക്ഷേ ആ സ്ത്രീ അയാളുടെ വലയത്തിലായിപ്പോയി. അയാൾ പറയുന്നത് ചെയ്യാതെ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു ബന്ധം ഇയാൾക്കുണ്ടെന്നും ഇങ്ങനെ ഒരു മനസ്സ് ഇയാൾക്കുണ്ടെന്നും. അല്ലാതെ ഇയാൾ രാവിലെ പൂജയ്ക്ക് പോകും, വരികയൊക്കെ ചെയ്ത് ഇവിടെ പൂജ നടക്കാറുണ്ട്, ആർക്കും ഉപദ്രവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. രാവിലെ പോലീസ് വന്ന് കഥ പറഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് ഇത്രയും ക്രൂരമാണെന്ന്. അപ്പോൾ നേരത്തെ ഉള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ ശംഖുമുഖ ക്ഷേത്രത്തിൽ നടന്ന വെട്ടും കുത്തുമൊക്കെ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് അയച്ചപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇയാൾ ഈ പറഞ്ഞ സ്വഭാവത്തിലാണ് ഇപ്പോഴും ജീവിച്ചു വരുന്നത്. അതിനെ വിശ്വസിക്കാൻ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ്. ശരിക്കും നമ്മളെ ഇപ്പോൾ മുൻപ് ഒരു സന്യാസത്തിൻ്റെ ഒരു പരിചയങ്ങളും ഇല്ലാതിരുന്ന ഒരാൾ, കുത്തും വെട്ടും ഒക്കെ ഉണ്ടായിരുന്ന ഒരാൾ, പിന്നീട് ഇവിടേക്ക് വരുന്നു, മുട്ടക്കച്ചവടമൊക്കെ നടത്തി ജീവിച്ച ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം സന്യാസിയാകുന്നു, പൂജാരിയാകുന്നു, ഒരു മഠം ഉണ്ടാക്കിയെടുക്കുന്നു, അവിടെ ആൾക്കാർ വരുന്നു. അപ്പോൾ ഈ അയലത്തുകാർക്കൊന്നും അതിലൊരു പ്രതിഷേധമോ അസ്വാഭാവികതയോ ഒന്നും തോന്നിയിട്ടില്ലേ? ഒരുപാട് ക്ഷേത്രങ്ങൾ ചെറുതും വലുതായിട്ടുണ്ട്. അവിടെ ഓരോ ചില സമുദായത്തിന് കോവിലുണ്ട്, അവരൊക്കെ പൂജ നടത്തുന്നു പോകുന്നു. ഇതുപോലെ ആളിൽ നിന്ന് പിന്നെ പൂജയ്ക്ക് സ്വീകരിക്കുന്നു, പൂജയ്ക്ക് സഹായം സ്വീകരിക്കുന്നു. എന്നിട്ട് 25,000 രൂപ പൂജയുണ്ട്, 5 പേർക്കേ ഉള്ളൂ എന്നൊക്കെ ലേലം വിളിക്കും പോലെയാണ് ചെയ്യുന്നത്. അത് കൊടുക്കാൻ ആൾ തയ്യാറാവുകയാണ്. ഉത്സവം കഴിഞ്ഞ ഉടനെ തന്നെ തന്ത്രി വെളിയിൽ നിന്നിറങ്ങുകയാണ്, ഇത്രാം തീയതി പൂജയുണ്ട്, അത് 25,000 രൂപ പൂജയാണ്, 5 പേർക്കേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ലേലം വിളിക്കുമ്പോൾ 5 പേർ അവിടെ വെച്ച് തന്നെ ബുക്ക് ചെയ്യുകയാണ്. ഇത്രയും അന്ധവിശ്വാസം ആളുടെ മനസ്സിലുണ്ടായ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പണ്ടൊക്കെ നമ്മളെയൊക്കെ അമ്മമാർ ക്ഷേത്രത്തിൽ പോവും, വൈകുന്നേരം പോവും, കുളിച്ചു തൊഴും, അതുപോലെ തന്നെ അവിടെ നിന്ന് തീർത്ഥം മാറ്റുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. അതല്ലാതെ ഈ പറയുന്ന ഈ തന്ത്രവിദ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു വേലയാണിത്. ഇത് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഈ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇതിൽ വിശ്വസിക്കുന്നില്ല എന്ന് ആലോചിക്കുകയാണ്. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഈ 2 വയസ്സായ കുട്ടിയുടെ ദാരുണമായ അന്ത്യത്തിന് ഇദ്ദേഹം പങ്കാളിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ നാടാകെ സ്തംഭിച്ചു പോയി. ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്വഭാവമാണ് ഇന്ന് നമ്മൾ പുറത്ത് കണ്ടത്. അപ്പം മിക്കവാറും ഉള്ള പൂജാരിമാരെല്ലാം ഉള്ളിൽ ഇത്തരം വൈരാഗ്യങ്ങളുള്ളവരാണെന്ന് നമുക്ക് പൊതുവെ സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ് പ്രദീപ് കുമാർ ദേവിദാസൻ ആയത്. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് ആ വീട്ടിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടായത് എന്നാണ് ഈ ദേവിദാസൻ ശ്രീധുവിനോടും ഹരികുമാറിനോടും പറഞ്ഞത്. അത് ഇവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ആ കുഞ്ഞിന്റെ ക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത്. പൂജാരി പറഞ്ഞത് പ്രകാരമാണ് കൊല നടത്തിയത് എന്ന് ഹരികുമാർ ആദ്യം പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദീപ് കുമാറിനെ, അതായത് ദേവിദാസനെ, പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. വീണ്ടും ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോത്സൻ എന്തായാലും പോലീസ് നിരീക്ഷണത്തിലാണ് ഇപ്പോഴുള്ളത്. ദേവേന്ദുവിന്റെ കൊലപാതക അന്വേഷണം പോലീസിന് വലിയ വെല്ലുവിളിയാകുന്നുണ്ട്. കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണ് എന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. പ്രതി അടിക്കടി മൊഴി മാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കാരണമാണെന്നും സ്വാമി പറഞ്ഞതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതും എന്നൊക്കെ ഹരികുമാർ പറയുകയും തൊട്ടടുത്ത നിമിഷം ഈ മൊഴികൾ മാറ്റി പറയുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ കേസ് മുൻപോട്ട് പോകില്ല എന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട്. ഇതിന് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലം അനിവാര്യതയാണ്. ഇത് കണ്ടെത്താനാണ് ഇനി പോലീസിന്റെ ശ്രമം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.